ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് പറഞ്ഞു, ഡബിൾ ഇൻറ്റഗ്രൽ എന്താണെന്നൊക്കെ പറഞ്ഞു, അതേപോലെ തന്നെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എന്തായിരിക്കും. ഓക്കെ, ഹിയർ വി ഇൻറ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ത്രീ വേരിയബിൾസ് നോട്ട് ഓവർ എ റീജിയൻ ആർ ഇൻ എ കോർഡിനേറ്റ് പ്ലെയിൻ ബട്ട് ഓവർ എ റീജിയൻ ഡി ഓഫ് 3D സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ നമ്മളൊരു റീജിയനിലായിരുന്നു നമ്മൾ എന്തെടുത്തുന്നത്, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ കോർഡിനേറ്റ് പ്ലെയിനിലെ റീജിയനിലല്ല എടുക്കുന്നത്, പക്ഷേ 3D സ്പേസിൽ ഒരു റീജിയനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 വേരിയബിൾസിലൊരു ഫംഗ്ഷനാണ് എഫ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോവാം. ലെറ്റ് W ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ബി ഡിഫൈൻഡ് ഓവർ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി ഓഫ് സ്പേസ്. ഓക്കെ, ആ ഫംഗ്ഷൻ ആ റീജിയൻ ഡി സ്പേസിൽ എന്താണത്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡിയിൽ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് W. ഓക്കെ, ബൈ മീൻസ് ഓഫ് 3D grid of vertical and horizontal planes parallel to the coordinate planes form a partition P D into n subregion boxes dk of volume delta vk that lies entirely in the domain D. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിനിൽ നമ്മൾ റെക്റ്റാങ്കിൾസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 ഡയമെൻഷൻ ആയതുകൊണ്ട് അതിനൊരു ലെങ്ത്തും വിഡ്ത്തും ഉണ്ടായിരിക്കും, ഒരു ഹൈറ്റും ഉണ്ടായിരിക്കും. സോ നമുക്ക് അതിൻ്റെ വോളിയം ആയിട്ടാണ് കിട്ടുക. ആ വോളിയം അപ്പോൾ ഗ്രിഡ്സ് രൂപത്തിലുണ്ടായിരിക്കും. നമ്മൾ റെക്റ്റാങ്കിൾസ് എടുത്ത പോലെ ഇവിടെ എന്താണ്, ഗ്രിഡാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ബോക്സസ് എൻ സബ് റീജിയൻസ് ആയിട്ട് നമുക്ക് ആ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും ആ റീജിയൻ ഡിയെ. സോ അതിൻ്റെ വോളിയം ഡെൽറ്റ കെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയ സംഭവത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി കെ ആയിട്ട് നമ്മൾ എടുത്തു. ദ കേത്ത് സെൽ ഓർ ബോക്സ് ഹാവിങ് ഡയമെൻഷൻസ് ഡെൽറ്റ എക്സ് കെ ബൈ ഡെൽറ്റ വൈ കെ ബൈ ഡെൽറ്റ സെഡ് കെ. അപ്പോൾ കേത്ത് സെൽ ഒരു ബോക്സ് ആയിരിക്കും, ആ ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഡെൽറ്റ എക്സ് കെ ദെൻ ഡെൽറ്റ വൈ കെ ഡെൽറ്റ സെഡ് കെ ആയിരിക്കും. സോ അതിൻ്റെ വോളിയം എന്തായിരിക്കും, delta vk equal to length into breadth into height, that is delta xk into delta yk into delta zk ആണ് വരിക. ഓക്കെ, അങ്ങനെ ഓരോ ബോക്സസ് ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ പാർട്ടീഷൻ വരിക. വി ചൂസ് എ പോയിന്റ് എക്സ് കെ വൈ കെ സെഡ് കെ ഇൻ ഈച്ച് സെൽ ആൻഡ് ഫോം ദി സം എസ് എൻ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഡെൽറ്റ വി കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിനിൽ നമ്മൾ റീമാൻ ഇൻ സം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 3 ഡയമെൻഷനിൽ നമ്മളിതിൻ്റെ പാർട്ടീഷൻ എടുത്തു. ദെൻ ഓരോ റീജിയൻ, ഓരോ ബോക്സ് അല്ലെങ്കിൽ ഓരോ സെല്ലും നമ്മൾ പോയിന്റ് എടുത്ത് എക്സ് കെ വൈ കെ സെഡ് കെ എടുത്തു. ഇത് നമുക്ക് റീമാൻ സം ഡിഫൈൻ ചെയ്യാൻ പറ്റും. റീമാൻ സം ഈക്വൽ ടു എസ് എൻ ഈക്വൽ ടു സമ്മേഷൻ എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ആൻഡ് ഡെൽറ്റ വി കെ. ഓക്കെ, ഈ പാർട്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതാക്കി കൊണ്ടുവരിക. അതായത് ഇതിൽ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്ത് നമുക്ക് എന്തായിട്ട് മാറും, അത് റീമാൻ ഇൻറ്റഗ്രൽ ആയിട്ട് മാറും, ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. ഓക്കെ, വി പാർട്ടീഷൻ ഡി ബൈ സ്മാളർ ആൻഡ് സ്മാളർ സെൽസ് so that delta xk, delta yk, delta zk and the norm of partition, norm p, the largest value among delta xk, delta yk, delta zk all approaches to 0. അല്ലേ, നമ്മൾ പാർട്ടീഷൻ കൂട്ടും തോറും എന്താണ്, നമ്പർ ഓഫ് പാർട്ടീഷൻ കൂട്ടും തോറും ഈ ഡെൽറ്റ എക്സ് കെ, ഡെൽറ്റ വൈക്ക്, ഡെൽറ്റ സെഡ് കെ എന്തായിരിക്കും, ചെറുതായി അത് 0ലേക്ക് അപ്രോച്ച് ചെയ്യും. ആസ് നോം പി ടെൻഡിങ് ടു 0 ആൻഡ് ദി നമ്പർ ഓഫ് സെൽസ് n goes to infinity, the sum Sn approaches a limit. ആ ലിമിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എഫ് ഓവർ ദ ഡൊമൈൻ D. ആൻഡ് വി ക്യാൻ റൈറ്റ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ D എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി, ഓർ ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 Sn ദാറ്റ്സ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ D എഫ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. അപ്പോൾ ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീമാൻ സമ്മും റീമാൻ ഇൻറ്റഗ്രൽ ഡബിൾ ഇൻറ്റഗ്രലും അതുപോലെ തന്നെ സിംഗിൾ ഇൻറ്റഗ്രലും ഒക്കെ ഡിഫറൻസ് അതേ ഫോം തന്നെയാണ്. ഇവിടെ എന്തായിട്ട് മാറും, 3 വേരിയബിൾസ് ആയിട്ട് മാറുന്നേ എന്നുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ്, ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ 0 to 1, 0 to 2, 1 to 2 എക്സ് സ്ക്വയർ വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഇൻറ്റഗ്രൽ ആകുമ്പോൾ എങ്ങനെയായിരുന്നു ഇൻറ്റഗ്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അല്ലെങ്കിൽ എക്സ് റെസ്പെക്ട് ടു എക്സ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ, അങ്ങനെ എടുക്കുക. ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ഇത് വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റഗ്രൽ 1 to e, ഇൻറ്റഗ്രൽ 1 to e, ഇൻറ്റഗ്രൽ 1 to e 1 by എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എല്ലാം എന്താണ്, ട്രിപ്പിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഒന്ന് മാത്രം ചെയ്യുക, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, അസൈൻമെൻറ്റ്സ് ആക്കി ചെയ്യുക. കാരണം എല്ലാം സെയിം കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആകുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒന്ന് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രൽ 0 to 1, ഇൻറ്റഗ്രൽ 0 to 2, ഇൻറ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ആദ്യം ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആദ്യം ചെയ്യണം.
അപ്പോൾ എക്സ് സ്ക്വയർ വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡില്ലാത്ത ബാക്കിയൊക്കെ എന്താക്കി കൺസിഡർ ചെയ്യണം, കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ ചൂസ് ചെയ്യണം. സോ ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ വൈ ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ 2 ഫ്രം 1 to 2 ഡി വൈ ഡി എക്സ് വരും. ദെൻ എന്ത് ചെയ്യുക, 2ഉം 1ഉം കൊടുക്കുക. ദെൻ അതിന് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ദാറ്റ് ഈസ് 2ഉം 1ഉം നമ്മൾ ലിമിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 2 3/2 എക്സ് സ്ക്വയർ വൈ ഡി വൈ ഡി എക്സ് വരും. ഇനി എന്ത് ചെയ്യുക, ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ടേംസ് ഒക്കെ നമ്മൾ എന്താക്കി എടുക്കണം, കോൺസ്റ്റൻ്റ് ആക്കി ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ഫ്രം 0 to 3 നമ്മൾ ലിമിറ്റ് കൊടുക്കുക. 0 to 3 നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് വരും. ദെൻ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 വരും. ഇവിടുത്തെ 3യും തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഉണ്ടാവുക എക്സ് ക്യൂബ് ഉണ്ടാവും. ഫ്രം 0 to 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ വി ഗെറ്റ് 1 കിട്ടും. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു സെഡ് ആദ്യം ചെയ്യുക, ദെൻ വൈ ചെയ്യുക, ദെൻ എക്സ് ചെയ്യുക. ചിലയിടത്ത് ഉണ്ടാവും എക്സ് ചെയ്തിട്ട് വൈ ചെയ്തിട്ട് സെഡ് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് നോക്കണം ഏത് രൂപത്തിലാണ് വരുന്നത്. ഇവിടെ അത് സെഡ് ചെയ്യുക, ദെൻ വൈ ചെയ്യുക, ദെൻ എക്സ് ചെയ്യുക, സെഡ് ചെയ്യുക, വൈ ചെയ്യുക, എക്സ് ചെയ്യുക. അവിടെ യു ചെയ്യുക, വി ചെയ്യുക, ഡബ്ല്യു ചെയ്യുക. ഒക്കെ 3 വേരിയബിൾസ് ആകുമ്പോഴാണ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ വരിക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ്. ട്രിപ്പിൾ ഇൻറ്റഗ്രൽസിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാനുള്ളത് വോളിയം, മാസ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എക്സെട്ര ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, മെയിനായിട്ട് വോളിയം, മാസും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് റീകോൾ ചെയ്യാം. ദർ ഈസ് ഫസ്റ്റ് വൺ വോളിയം. The volume of a closed bounded region D in space is V equal to triple integral over D dV ആണ്. That is triple integral over D dx dy dz ആണ്. We also note that triple integral over D f of x y z dv equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, integral a to b integral g1 to g2 integral f1 to f2 f of x y z dz dy dx. ശ്രദ്ധിക്കണം, ഇവിടെ z വേരി ചെയ്യുന്നത് f1 of x y to f2 of x y. അത് z വേരി ചെയ്യുന്നത് എക്സിൻ്റെയും വൈൻ്റെയും രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇടയിലാണ്. y വേരി ചെയ്യുന്നത് എന്താണ്, g1 of x-ന് g2 of x-ൻ്റെ ഇടയിലാണ് y വേരി ചെയ്യുന്നത്. x ആണ് എന്ത് പെർട്ടിക്കുലർ ഇൻ്റർവെൽ ആയിട്ടുള്ള a to b വേരി ചെയ്യുന്നത്. Where D is the region given by the system of equation a less than or equal to x less than or equal to b, g1 of x less than or equal to y less than or equal to g2 of x, f1 of xy less than or equal to z less than or equal to f2 of xy. ഇവിടെ എക്സ്ട്രാ വന്നിട്ടില്ല, ഒഴിവാക്കണം. ഓക്കെ, ഇപ്പോൾ റീജിയൻ, അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി ഡി വി ആണ് എന്ത് വോളിയം ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടറി റീജിയൻ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാസ് പറഞ്ഞാൽ sigma of xyz is the density of an object occupying a region D in space. അപ്പോൾ ഡെൻസിറ്റി ആണ് എന്താണ്, മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി. therefore the mass of the object എന്തായിരിക്കും, m equal to mass, that is m equal to triple integral over d sigma of xy into dv. ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, which is the density of that object that is occupying in the domain D in space. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ആണ്, മാസ് പെർ വോളിയം ആണ്. അപ്പോൾ അത് നമ്മൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി സിഗ്മ ഡി വി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ടോട്ടൽ മാസ് കിട്ടും. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി സിഗ്മ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ദെൻ വരുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇഫ് സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ദി ഡെൻസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് occupying a region D in space, the moment of inertia about the coordinate x axes, that is x axis, y axis and z axis are respectively. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യക്ക് നമുക്ക് എന്താണ്, ഓരോ ആക്സിസിനനുസരിച്ചാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പറയാം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഡെൻസിറ്റി ആവശ്യമുണ്ട്. ദെൻ അബൌട്ട് ദി എക്സ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നാൽ ഐ എക്സ് ഡിനോട്ട് ചെയ്യും, വൈ ആക്സിനാകുമ്പോൾ ഐ വൈ, സെഡ് ആക്സിനാകുമ്പോൾ ഐ സെഡ്. ദാറ്റ് ഈസ് ഐ എക്സ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ സിഗ്മ ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഐ വൈ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ആൻഡ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സിഗ്മ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ശ്രദ്ധിക്കുക, ഐ എക്സ്, ഐ വൈ, ഐ സെഡ് ആർ ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി കോർഡിനേറ്റ് ആക്സസസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഫൈൻഡ് ദി വോളിയം ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ സിലിണ്ടർ z equal to y square and the xy plane that is bounded by the plane x is equal to 0, x is equal to 1, y equal to -1, y equal to 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു രണ്ട് എക്സ് വൈ പ്ലെയിനും അതുപോലെ തന്നെ സിലിണ്ടർ z equal to y square ആ സിലിണ്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ആ എക്സ് വൈ പ്ലെയിനിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലെയിൻ്റെ ആ പ്ലെയിൻ എന്താണ്, x is equal to 0, y equal to x is equal to 0, x is equal to 1, y equal to -1, y equal to 1 ആയിട്ടുള്ള ഈ റീജിയൻ ബൗണ്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മളുടെ എക്സും വൈയും സെഡും എവിടെ നിന്ന് എങ്ങോട്ട് വേരി നമ്മൾ കണ്ടുപിടിക്കണം
അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി ആണ്. സോ എക്സിന് വൈൻ്റെയും സെഡിൻ്റെയും വേരിയേഷൻ ലിമിറ്റ് അവിടെ നിന്ന് എങ്ങോട്ടാന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇൻ ദ ഗിവൺ റീജിയൻ എക്സ് വരുന്നത് എവിടെ നിന്നാണ്? 0 to 1 ആണ്. വൈ വരുന്നത് -1 to 1 ആണ്. സെഡ് വരുന്നത് 0 to y² ആയിരിക്കും. ഓക്കെ, ഇൻ ദ ഗിവൺ റീജിയൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു y². കാരണം z ഈക്വൽ ടു y² ആണ് നമ്മളുടെ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 0 മുതൽ y² വരെയാണ് എന്ത് z വരുന്നത്. ഹെൻസ് ദ വോളിയം v ഇസ് ഗിവൺ ബൈ v equal triple integral over d dv, that is triple integral over d dx dy dz. Then integral x വരുന്നത് എവിടെ നിന്നാണ്? 0 to 1, integral y equal to -1 to 1, integral over z equal to 0 to y² dz dy dx. നമ്മൾ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുന്നു. ദാറ്റ് ഈസ് integral 0 to 1, integral -1 to 1, z from 0 to y² dy dx. That is integral 0 to 1, integral -1 to 1 y² dy dx വരും. Then with respect to y ചെയ്യുന്നു, with respect to z ചെയ്യുന്നു, sorry, with respect to y ചെയ്യുന്നു, then with respect to x ചെയ്യുന്നു, then we get 2/3. Okay, volume of that region equal to 2/3 എന്ന് കിട്ടും. Okay, next question. Evaluate triple integral over v 1 by x plus y plus z plus 1 the cube dx dy dz നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ v എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ദി വോളിയം ബൗണ്ടഡ് ബൈ ദ പ്ലെയിൻസ് x is equal to 0, y equal to 0, z equal to 0 ആൻഡ് x plus y plus z equal to 1. ഈ പ്ലെയിൻസ് ബൗണ്ട് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ വോളിയമാണ് v എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഫ്രം ദ ഫിഗർ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വേരിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് തന്നെ 1 0 0, ഇവിടെ 0 0 1, ഇവിടെ 0 1 0 ആണ് വരിക. Here the region V of integration is bounded by the plane z equal to 0 to z equal to 1 minus x minus y, and y equal to 0 to y equal to 1 minus x, and x is equal to 0 to x is equal to 1. സോ നമുക്ക് v ആ ബൗണ്ടറി നമുക്ക് കിട്ടും. v ഈക്വൽ ടു എന്താ കിട്ടുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 less than or equal to y less than or equal to 1 minus x, and 0 less than or equal to z less than or equal to 1 minus x minus y എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വേരിയേഷൻ കിട്ടി. ദെൻ നേരെ നമുക്ക് എന്ത് ചെയ്യാൽ മതി? ഇൻ്റഗ്രേഷനിൽ ആ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെ ലിമിറ്റ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ v 1 by x plus y plus z plus 1 the cube dx dy dz എന്തായിട്ട് മാറും? integral 0 to 1, integral 0 to 1 minus x, integral 0 to 1 minus x minus y. ഇതാണ് സെഡിൻ്റെ വേരിയേഷൻ, ഇതാണ് വൈൻ്റെ വേരിയേഷൻ, ഇതാണ് എക്സിൻ്റെ വേരിയേഷൻ. ദെൻ dz dy dx ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഓൾ ദ ക്യൂബ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് സെഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1 by -2 into x plus y plus z plus all the square from 0 to 1 minus x minus 1 dy dx വരും. ലിമിറ്റ് കൊടുക്കുക, then we get 1 by 4 minus 1 by x plus y plus 1 all the square into minus 1 by 2 ഉണ്ട്. ഓക്കെ, then minus 1 by 2 ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. minus 1 by 2 integral 0 to 1 y by 4 plus 1 by x plus y plus 1 from 0 to 1 minus x. നമ്മൾ 1 minus x ഉം 0യും നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we get minus 1 by 2 integral 0 to 1 1 minus x by 4 plus 1 by 2 minus 1 by x plus 1 dx വരും. ഇനി എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ വി ഗെറ്റ് minus 1 by 2 x by 4 minus x square by 8 plus x by 2 minus log x plus 1 from 0 to 1. then നമ്മൾ എന്ത് ചെയ്യുക? 1ഉം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we get minus 1 by 2 1 by 4 minus 1 by 8 plus 1 by 2 minus log 2 minus 0, that is minus 1 by 2 sum ചെയ്യുക, that is 5 by 8 minus log 2, that is minus 5 by 16 plus 1 by 2 log 2. 1 by 2 log 2 എന്താണ്? log 2 all raised to 1 by 2. 2 all raised to 1 by 2 ആണ്, root 2 ആണ്, that is minus 5 by 16 plus log 2 എന്ന് കിട്ടും. ഓക്കെ, then next question. Find the volume of the solid in the first octant bounded by the graph of z equal to 1 minus y square, y equal to 2x and x is equal to 3. ഓക്കെ, ഈ ഗ്രാഫ് ബൗണ്ട് ചെയ്തിരിക്കുന്ന റീജിയനിൽ ആ സോളിഡിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഹിയർ ദ ഫസ്റ്റ് integration with respect to z is from 0 to 1 minus y square. Next, with respect to x from y by 2 to 3. Then the last integration with respect to y from 0 to 1 ആണ് നമ്മൾ എടുക്കുന്നത്. So v equal to triple integral over v dv equal to integral 0 to 1 integral y by 2 to 3 integral 0 to 1 minus y square dz dx dy. ആദ്യം with respect to z നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു,
then 1 minus y square dx dy കിട്ടും. then അതിന് with respect to x ആണ് നമ്മൾ ചെയ്യുന്നത്. that is integral 0 to 1 x minus y square x, that is y by 2 to 3 ആണ് ലിമിറ്റ് into dy. that is integral 0 to 1 3 minus 3 y square minus y by 2 plus y cube by 2 dy വരും. then with respect to y നമ്മൾ integrate ചെയ്യുന്നു. that is 3y minus y cube minus y square by 4 plus y raised to 4 by 8 from 0 to 1 ലിമിറ്റ് കൊടുക്കുക. 1ഉം 0യും കൊടുക്കുമ്പോൾ 3 minus 1 minus 1 by 4 plus 1 by 8 minus 0, that's equal to എന്തും 2 minus 1 by 8, that's equal to 15 by 8. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എന്താ നോക്കുക. ട്രിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ വെച്ചിട്ടുള്ള അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. വോളിയം, മാസ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടതെന്ന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ചെയ്യുകയാണെങ്കിൽ ദെൻ വൈ ചെയ്യാൻ സെറ്റ് ചെയ്യാം. ഓരോന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, എക്സാമ്പിൾസ് സ്വന്തമായിട്ട് അപ്രോച്ച് ചെയ്യാം. ഓക്കെ.